നമസ്കാരം. ദ ഓപ്പൺ മൈക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ ഞങ്ങളുമായി പങ്കുവച്ച ഒരു നിരൂപണത്തെക്കുറിച്ചാണ്. അതെ. സിദ്ധാന്ത് അദ്ലഖ് വെറൈറ്റി.com എഴുതിയത്. അതെ, സിസ്റ്റർ മിഡ്നൈറ്റ് 2025 ഇറങ്ങിയ സിനിമ. ശരിയാണ്. അപ്പൊ ഈ നിരൂപണം എന്താണ് പ്രധാനമായിട്ടും പറയുന്നത്? നമുക്കൊന്ന് വിശദമായി നോക്കിയാലോ? തീർച്ചയായും. ഇതൊരു അറേഞ്ച്ഡ് മാരേജിന്റെ കഥയാണെങ്കിലും സാധാരണ രീതിയിലല്ല ഇതിനെ സമീപിച്ചിരിക്കുന്നത് എന്നാണ് അദ്ലഖ് പറയുന്നത്. ഓക്കേ. ഫാന്റസിയും പിന്നെ ഭയങ്കര സ്പീഡിലുള്ളൊരു കോമഡിയും ഒക്കെ ചേർത്തിട്ട് ഒരു എന്താ പറയാ സുറിയൽ മുംബൈ ഫേബിൾ എന്നാണ് അദ്ദേഹം ഇതിനെ വിളിക്കുന്നത്. സറിയൽ മുംബൈ ഫേബിൾ. കൊള്ളാം. അതെ. കരൺ കന്ധാരിയുടെ സിനിമ. തുടക്കത്തിൽ ഈ ഒരു സ്റ്റൈല് ഭയങ്കരമായിട്ട് ആകർഷിക്കും. പക്ഷേ ആ ഒരു ആവേശം അവസാനം വരെ നിലനിർത്താൻ പറ്റിയില്ല എന്നും പറയുന്നുണ്ട്. ഉണ്ട്. രാധിക അപ്തയുടെ ഉമ ഒരു എന്താ പറയാ ഒരു ടിപ്പിക്കൽ ഇന്ത്യൻ വധുവയല്ല. അല്ല. ധിക്കാരിയാണ്. കുറച്ചു പരുക്കൻ സ്വഭാവം. നേരെ വിപരീതം ഭർത്താവ് ഗോപാൽ. അശോക് പഥക് അവതരിപ്പിക്കുന്നത്. അതെ. പുള്ളി വളരെ സോഫ്റ്റാണ്. പക്ഷേ ഒരു സ്ട്രേഞ്ച്നെസ് ഉണ്ട്. അപരിചിതത്വം. പൊരുത്തക്കേട് തുടക്കത്തിലെ കാണിക്കുന്നുണ്ടല്ലേ, ആ ഒറ്റമുറി ഫ്ലാറ്റിലെ ജീവിതമൊക്കെ. കൃത്യമായിട്ട്. അത് സിനിമയുടെ തുടക്കത്തിൽ തന്നെ നല്ല വ്യക്തമാക്കുന്നുണ്ട്. പിന്നെ ഈ സ്റ്റൈലിനെ കുറിച്ച് പറഞ്ഞല്ലോ. നിരൂപകൻ എടുത്തു പറയുന്നൊരു കാര്യം വെസ് ആൻഡേഴ്സിന്റെ സിനിമകളുമായിട്ടുള്ള ഒരു താരതമ്യമാണ്. ഉണ്ട്. ആ ഫ്രെയിമിംഗ്, എഡിറ്റിംഗ്, ഒരു കോമഡി ടൈമിംഗ് ഒക്കെ അതിലൊരു സാമ്യമുണ്ടെന്ന് പറയുന്നു. ഓക്കേ. പക്ഷെ അത് വെറുതെ കോപ്പിയടിച്ചതല്ല. കന്താരിയുടെ സ്വന്തം ഒരു സ്റ്റൈലും അതിൽ കാണാം. പിന്നെ സംഗീതം, അതും ഭയങ്കര വെറൈറ്റിയാണ്. ബംഗാളി നാടൻപാട്ട് മുതൽ അമേരിക്കൻ പങ്ക്, ബ്ലൂസ് വരെ ഉപയോഗിച്ചിട്ടുണ്ട്. അത് കൊള്ളാമല്ലോ. ലണ്ടനിൽ ബേസ് ചെയ്ത സംവിധായകനാണെങ്കിലും മുംബൈയുടെ ഒരു റിയൽ ഫീല് കൊണ്ടുവന്നിട്ടുണ്ടെന്നും പറയുന്നുണ്ടല്ലേ? ശരിക്കും. പ്രത്യേകിച്ചും ആ കുറഞ്ഞ വെളിച്ചത്തിലുള്ള ഷോട്ടുകൾ അത് മുംബൈയിലെ സാധാരണ ജീവിതം നന്നായി കാണിക്കുന്നുണ്ട്. ഉമയുടെ മാനസികാവസ്ഥയുമായിട്ടൊക്കെ അത് കണക്ട് ആവുന്നുണ്ട്. പിന്നെ മറ്റൊരാൾ കൂടിയുണ്ടല്ലോ, അയൽവാസി. ശീതൾ. ഛായാകഥം. അതെ. അവരൊരു പുറമെ ഭയങ്കര ഹാപ്പിയായി അഭിനയിക്കുന്ന ഒരാളാണ്. പക്ഷേ സംസാരത്തിലൊരു നിഗൂഢതയുണ്ട്. ഒരു ഡാർക്ക് ഹ്യൂമർ പോലെ. അതെ. രാധിക ആപ്തയുടെ ആ ഒരു പ്രക്ഷുബ്ധമായ അഭിനയത്തിന് നല്ലൊരു കോൺട്രാസ്റ്റാണ് ഈ കഥാപാത്രം. പിന്നെ ഉമയുടെ മാനസിക നില തെറ്റുന്നതും ആ സാമൂഹിക സമ്മർദ്ദങ്ങൾ കാരണം. അതിനൊരു പരിഹാരമായിട്ട് അവളൊരു ഭീകരമായ വഴി കണ്ടെത്തുന്നുണ്ട്. അത് സ്റ്റോപ്പ് മോഷൻ ആനിമേഷനിലൂടെ കാണിക്കുന്നെന്നും പറയുന്നു. അതെ. അത് ഭയങ്കര ഭാവനാത്മകമായിട്ടാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് നിരൂപകൻ പറയുന്നത്. ഈ സിനിമ ഇന്ത്യൻ പുരുഷാധിപത്യത്തെ ചോദ്യം ചെയ്യുന്നുണ്ടല്ലേ? തീർച്ചയായും. അത് വളരെ വ്യക്തമാണ്. പക്ഷെ ഗോപാലിനെ വെറും ഒരു വില്ലനായിട്ടല്ല കാണുന്നത്. സാഹചര്യങ്ങളുടെ ഇരേ എന്ന രീതിയിലാണോ? അതെ. ഒരു പരിധിവരെ അങ്ങനെ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവിടെയാണ് നിരൂപകന് ചെറിയ പ്രശ്നങ്ങൾ തോന്നുന്നത്. എവിടെയാണ്? സിനിമ പിന്നീട് ചില ജോണറുകളിലേക്ക് ഇങ്ങനെ ചാടുന്ന പോലെ തോന്നി. ചിലപ്പോൾ ഒരു പ്രണയ സിനിമയുടെ ഫീല് വരും. അത് കഥയുടെ ഒഴുക്കിനെ ബാധിച്ചു എന്നാണോ? അതെ. പ്രധാനമായിട്ടും ഉമയുടെ മാനസിക പ്രശ്നങ്ങൾ കാരണം ഗോപാലിന് സംഭവിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അത് കൈകാര്യം ചെയ്ത രീതി കുറച്ച് എന്താ പറയാ ക്രൂരമായി പോയി. ഒരു അനാദരവ് പോലെ തോന്നിയെന്ന് നിരൂപകൻ പറയുന്നുണ്ട്. അതായത് ആ ഫാന്റസി എലമെന്റ്സ് ഉപയോഗിച്ച് ഒരു ബ്ലീക്ക് പങ്ക് ഫെമിനിസ്റ്റ് പാരബിൾ പറയാൻ ശ്രമിച്ചു. അതെ. ഇരുണ്ടതും ഫെമിനിസ്റ്റ് കാഴ്ചപ്പാടുള്ളതുമായ ഒരു കഥ. പക്ഷേ അത് പ്രേക്ഷകരെ ഇമോഷണലി ഡിസ്റ്റർബ് ചെയ്തു. ഒരു അകൽച്ചയുണ്ടാക്കി. വൈകാരികമായും ദൃശ്യപരമായും അസ്വസ്ഥരാക്കി എന്നാണ് പറയുന്നത്. അപ്പോ തുടക്കത്തിലെ ആ സ്റ്റൈലും കാര്യങ്ങളൊക്കെ പിന്നീട് ഒരു ഭാരമായി മാറി എന്നാണോ നിരൂപകന്റെ അഭിപ്രായം? ശരിയാണ്. തുടക്കത്തിൽ ആകർഷിച്ച ആ ശൈലി തന്നെ പിന്നീട് സിനിമയുടെ ആശയങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഒരു തടസ്സമായി. ഒരു യാന്ത്രികത വന്നുപോയി. അതെ. ആ ആദ്യത്തെ 1 മണിക്കൂറിലെ ഫ്രഷ്നെസ് പിന്നെ കിട്ടിയില്ല. സിനിമ സ്വയം സ്റ്റൈലിൽ തന്നെ കുടുങ്ങിപ്പോയ പോലെ. അപ്പൊ ചുരുക്കത്തിൽ നല്ല കാഴ്ചപ്പാടോടെയും സ്റ്റൈലോടെയും തുടങ്ങിയ ഒരു സിനിമ, പക്ഷേ പിന്നീട് ആ സ്റ്റൈൽ തന്നെ അതിന്റെ ആശയത്തെ മറികടന്നുപോയി. അതെ. അല്ലെങ്കിൽ ആ ആശയങ്ങളെ പൂർണ്ണമായി വികസിപ്പിക്കാൻ പറ്റിയില്ല. ഫാന്റസി, കോമഡി, സാമൂഹിക വിമർശനം ഒക്കെ ഒരുമിപ്പിക്കാനുള്ള ശ്രമം പൂർണ്ണമായി വിജയിച്ചില്ല എന്നാണ് സിദ്ധാന്ത് അദ്ലഖ് പറഞ്ഞുവെക്കുന്നത്. ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? സിദ്ധാന്ത് അദ്ലഖ് പറയുന്ന പോലെ ഒരു സിനിമയുടെ സ്റ്റൈലിന് അതിന്റെ ആശയത്തെ ഇങ്ങനെ മറികടക്കാൻ കഴിയുമോ? അതോ ശൈലി തന്നെയാണോ ആശയം? അതൊരു നല്ല ചോദ്യമാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് തുടർന്ന് ആലോചിക്കാൻ ഒരു ചിന്തയായിട്ട് ഇതെടുക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും
ചിന്തകളും അല്ലെങ്കിൽ നിങ്ങൾക്കിതുപോലെ പ്രചോദനമായ കഥകളോ നിരൂപണങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളുമായി പങ്കുവയ്ക്കാം. ഞങ്ങൾക്കെഴുതാനുള്ള വിലാസം theopenmicpodcasts@gmail.com. തീർച്ചയായും എഴുതുക. അപ്പോ അടുത്ത തവണ പുതിയൊരു വിഷയവുമായി കാണാം.